പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ ഈ പ്രഭാതത്തിലെ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലെ ആശീർവാദത്തിലെ ഇന്ന് മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തെല്ലാം സഞ്ചാര മാതാവിൻ്റെ സാന്നിധ്യം സമയബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എടുത്തിട്ടുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി അവൻ പറയണവ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ. പുതിയ ബോധ്യങ്ങൾ, പുതിയ ഓർമ്മകൾ, ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാൻ, കർത്താവിൻ്റെ സ്വന്തമായി നിലനിൽക്കാൻ ജീവിക്കാൻ
കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാതെ അലയുന്ന മക്കൾ, ജോലിക്ക് തടസ്സം നേരിട്ടിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി പിരിച്ചുവിടപ്പെട്ടവർ, ജോലി സസ്പെൻഷനായവർ, അങ്ങനെ വരുമാന മാർഗ്ഗം മുട്ടിപ്പോയവർ, കടകമ്പോളങ്ങൾ നടത്തുന്നവർ, വ്യാപാര വ്യവസായങ്ങൾ ഏജൻസി പണികളും ചെയ്യുന്നവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, മത്സരപ്രതീക്ഷ യോഗ്യത പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവരുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ യോഗ്യതയൊക്കെ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യരായി തീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസിൽ നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിനക്കൊരു സഹായം വേണമെന്ന് ആവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. അത് ഏത് മേഖലയിലായാലും, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, തകർന്നുപോയ ബന്ധങ്ങളാകാം, സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം, ഒഴിവാക്കലുകളാകാം, എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഃഖങ്ങൾ, അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിക്കുകയും കർത്താവിനെ സന്ധിക്കുകയും ചെയ്യട്ടെ. ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേരിൽ നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവർ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപയും ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്തിനും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യം നോക്കട്ടെ. ആരെയും മനസ്സിൽ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൂന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നമിച്ചിരിക്കുന്ന രക്ഷപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേന എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. മെനയാന്ന് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം കൂടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഇല്ലെങ്കിൽ രണ്ടാമത് ധ്യാനം ഒന്ന് കൂടാൻ നല്ലതാണ്. അതായത് ഒരേ സമയത്ത് തന്നെ ഈ ഉടമ്പടി വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ ദൈവാനുഭവത്തിൻ്റെ ചക്രവാളങ്ങൾ ഉദയം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സിൽവിയ എന്ന് പറഞ്ഞൊരു നേഴ്സ്, അതുപോലെ തന്നെ ഡയാന എന്ന് പറഞ്ഞ നേഴ്സ്, ഇവർ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ദർശനം. അതായത് ഇവർ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ്. രണ്ട് നാട്ടുകാർ, രണ്ട് പ്രായക്കാർ, രണ്ട് സാഹചര്യത്തിൽ ജീവിക്കുന്നവർ, ഡിഫറെൻറ്റ് പേഴ്സൺസ്, രണ്ടുപേരുടെയും വിഷയങ്ങളൊന്നാണ്. ഇവർ രണ്ടുപേരും അസിസ്റ്റൻ്റ് നേഴ്സാണ്. അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ. അതിൻ്റെ മുകളിലെല്ലാം സുപ്പീരിയേഴ്സ്, നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഒത്തിരി ഉണ്ടാകും. അവരുടെ വർക്ക് ലോഡ് ഭയങ്കരമാണ്. ഇപ്പോൾ ഈ രണ്ടുപേരും ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെന്നാണ്. അപ്പം നമ്മളോർക്കും ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ദൈവം ഇങ്ങനെ കേൾക്കുമോ ചെവി കൊണ്ട് എന്ന്. അങ്ങനെയാണ് സാധാരണ ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വിക ജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാരും ഒത്തിരി ഉണ്ട്. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഈ പുസ്തകത്തിലെ പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് താത്വിക ജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും. ഇപ്പോൾ ഈ രണ്ട് അസിസ്റ്റൻ്റ് നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത് എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സാകണം, ഞാൻ പഴയത് മടുത്ത് എല്ലൊടിഞ്ഞ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ അവർ പറയും ഇവർ രണ്ടുപേരും പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയാനയും അതുപോലെ തന്നെ സിൽവിയയും ദൈവത്തോട് പറയുന്നത് എന്താണ്, എനിക്കെൻ്റെ മെറിറ്റില്ല, ഓസ്കിയ പോലെയുള്ള ഉപരി എക്സാംസ് ഇല്ലേ, യോഗ്യതാ പരീക്ഷകൾ, അതിനെഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ്. അത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഇത് ഇപ്പോൾ അത് നമ്മളിന്ന് മനസ്സിലാക്കണത് നമ്മളെ അടിയേറെ വെക്കണം നല്ലതാണ്. നമ്മളുടെ എന്താണ് നമ്മുടെ അവസ്ഥ അത് പറയണം. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം. അപ്പം നിങ്ങൾ ചില ബോധമില്ലാത്തവന്മാർ പറയും കഴിവില്ലാത്തവന്മാർ പ്രാർത്ഥിക്കാൻ പോകരുത്, കഴിവുള്ളവർക്കല്ലേ പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല. കഴിവെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട്. ആ കഴിവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ കഴിവിലാണ് വിശ്വസിക്കുന്നത്. അപ്പം നീ അങ്ങനെ വിചാരിക്കണം. അല്ല, നിനക്ക് കഴിവില്ലല്ലോ, നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആവില്ലല്ലോ, നീ പറയണ ന്യായമല്ലല്ലോ. അങ്ങനെയല്ല. ന്യായം അന്യായമൊക്കെ തീരുമാനിക്കണം ആരാണ്?
ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിന്നോട് ഉണ്ടെങ്കിൽ ഈ ന്യായവും അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല. കർത്താവിൻ്റെ തീരുമാനം ഇല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും പറയുമ്പോൾ, അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് 11 എന്ന് എഴുതി കാണിക്കും. ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ 11-ാം മാസത്തിൽ അവൾക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും. ഈ സിൽവ 11 എഴുതി കഴിഞ്ഞാൽ സിൽവയ്ക്ക്. ഡയനയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഡയനയ്ക്ക് സ്വപ്നത്തിൽ 37 എന്ന് കാണിക്കും. സ്വപ്നത്തിൽ 37 എന്ന് കാണിക്കും. ഉടനെ അന്ന് തൊട്ട് 37-ാം ദിവസം അവളുടെ ഹസ്ബൻഡിന് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യം നോക്കിയേ, രണ്ട് നാട്ടിലുള്ള ആൾക്കാർ, 2 സ്വഭാവക്കാർ, 2 വ്യക്തികൾ, 2 അവസ്ഥകൾ ജീവിക്കുന്നവർ, അവിടെ വിഷയം ഒന്നാണ്. എന്നിട്ട് ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യഥാർത്ഥ ബോധത്തോടെ ദൈവം ഇൻട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നീ ഓർക്കേണ്ട ഇതാണ്, നിൻ്റെ ദൈവം, ഞാൻ ഈ യഥാർത്ഥ ബോധമുള്ള ദൈവത്തെയാണ് ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചത്. എൻ്റെ മനസ്സിൽ എവിടെയോ പരിശുദ്ധമായി പറയുന്നുണ്ട്, നിൻ്റെ ദൈവം യഥാർത്ഥ ബോധമുള്ള ദൈവമാണ്. അതുപോലെ ഞാനൊരു കോംപ്രമൈസും ഇല്ല. പലരും എന്നോട് പറഞ്ഞു, അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ദൈവത്തെക്കുറിച്ച് അങ്ങനെ അല്ല കാഴ്ചവെക്കേണ്ടത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് താത്വിക പ്രബോധനങ്ങളും അതുപോലെ തന്നെ തിയറട്ടിക്കൽ സാങ്കേതിക ജ്ഞാനങ്ങളിലേക്ക് തരണത് അങ്ങനെയല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് പുസ്തകത്തിലെ പശുവല്ലേ, ഇത് പുല്ല് തിന്നുവാ. അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ യഥാർത്ഥ ബോധമുള്ള ദൈവം, അത് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? ഞാൻ അന്നും ഇന്നൊക്കെ ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ 2 മണിവരെയൊക്കെ സംസാരിക്കുമായിരുന്നു. സെമിനാരി പഠിക്കുന്ന കാലത്ത് രാത്രി ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കർത്താവിനോട് സംസാരിക്കാൻ പറ്റുമെന്ന്? കർത്താവിനോട് സംസാരിക്കണമെന്ന് നിനക്ക് തോന്നിയാൽ നീ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ്, നമ്മൾക്കും അതുപോലെ തന്നെ നിനക്ക് ഉണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും. ഇപ്പം നിനക്കൊരു പാപാവസ്ഥ വന്നു, അപ്പം നീ നിൻ്റെ ദൈവത്തോട് പറയണം, എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണം. അത് എന്നിട്ട് അപ്പം നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പാടില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തെ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം നിൻ്റെ അമ്മയ്ക്ക് അല്ല അപ്പന് നിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ കൂട്ടുകാരൻ നിൻ്റെ അവസ്ഥ അറിയാം എങ്കിലും നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ ആ വിഷയം. അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം. പക്ഷേ ഭയം വേണം. പുറപ്പാട് 33:11 സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. നമ്മൾ എങ്ങനെ ദൈവത്തോട് അടുത്താൻ റവറൻസ് കീപ്പ് ചെയ്യണം, റവറൻഷ്യൽ ഫിയർ കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. ദൈവത്തിൻ്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധത്തിൽ ഇടപെടും. എന്ത് വിഷയമുണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോടെ നീയും ദൈവത്തോട് സംസാരിക്കണം. കർത്താവ് അതിനെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.